ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകൾ ഒരാഴ്ച തിയേറ്ററുകളിലെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 3 മലയാളം സിനിമകളുടെ കൃത്യമായി കേരള കളക്ഷൻ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എമ്പുരാന്റെയും 21 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 4 സിനിമകളിൽ ആദ്യത്തെ സിനിമ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ വിഷു വിന്നറായിട്ട് മാറിക്കഴിഞ്ഞ നസ്സലൻ നായകനെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ഇന്നലെയും 2 കോടിയിലധികം കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്താണ് തിയേറ്ററുകൾ മുന്നേറിയത്. 7 ദിവസത്തെ ആലപ്പുഴ ജിംഖാന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്നലെ പ്രതീക്ഷിച്ച പോലെ 20 കോടി കടന്നിരിക്കുകയാണ്. ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും ഈ നസ്സലൻ നായകനെ എത്തിയ സിനിമ 20 കോടി 55 ലക്ഷമാണ് വെറും ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സിനിമ മരണമാസം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോ നിർമ്മിച്ച ബേസൽ നായകനെ എത്തിയ സിനിമ ഒരാഴ്ച കൊണ്ട് തിയേറ്ററുകളിൽ 7 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുന്നു. 7 കോടി 60 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ കേരള ഷെയർ 3 കോടി കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മെഗാസ്റ്റാർ സിനിമ മമ്മൂട്ടി ചിത്രം ബസൂക്കയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി നായകനാക്കി ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്ത ബസൂക്കയും കൃത്യം ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ വരെ 12 കോടി സിനിമയ്ക്ക് കേരളത്തിൽ ഗ്രോസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ 12 കോടിയിലേക്ക് ഇനിയും സിനിമ ഒരാഴ്ച കൊണ്ട് എത്തപ്പെട്ടിട്ടില്ല. 11 കോടി 63 ലക്ഷത്തിലധികം ഗ്രോസ് കളക്ഷനാണ് ഇന്നലെ വരെ 7 ദിവസങ്ങൾ കൊണ്ട് മെഗാസ്റ്റാർ സിനിമ കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ ഇനിയും 5 കോടി പിന്നിട്ടിട്ടില്ല എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇനി അവസാന റിപ്പോർട്ടായിട്ട് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാന്റെ കേരള ബോക്സ് ഓഫീസ് കൃത്യമായ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ സിനിമയുടെ കേരള ഗ്രോസ് അങ്ങനെ 85 കോടി പിന്നിട്ടിരിക്കുന്നു. ഇന്നലെ ഏകദേശം 25 ലക്ഷത്തോളം കേരള ഗ്രോസ് വന്ന സിനിമ 7 ദിവസങ്ങൾ കൊണ്ട് 85 കോടി 30 ലക്ഷത്തിലധികം കേരള ഗ്രോസ് കളക്ഷനാണ് ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. ലാലേട്ടന്റെ കരിയറിലെ രണ്ടാമത്തെ സിനിമയാണ് കേരള ബോക്സ് ഓഫീസിൽ 85 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ കടക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെ റെക്കോർഡ് ഷെയർ നേടിയെടുത്ത സിനിമ 37 കോടിയിലധികം കേരള ഷെയറാണ് ഇതിനോടകം തന്നെ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ എമ്പുരാന്റെ ഫൈനൽ വരെയുള്ള കൃത്യമായ കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ.